ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ധന്യമായ തിരുനാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരായും നീതിയെ നിനക്ക് അധിപതിമാരും ആക്കും. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ വേണ്ട? ആദ്യം വേണ്ട കാര്യം എന്താ? നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാളോട് നമ്മളൊരു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ട? സത്യത്തിൽ എന്താ എനിക്ക് ഇച്ചിരി സമാധാനം വേണം, അല്ലേ? എനിക്കല്ല ഇച്ചിരി സ്വസ്ഥത വേണം. എനിക്ക് സമാധാനം എന്ന് പറയുന്നൊരു സാധനം എനിക്കില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മളെല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്. നമ്മളോട് ആരെങ്കിലും ചോദിച്ച ഉടനെ നമ്മൾ പറയും, എനിക്കൊരു സമാധാനവും ഇല്ല സിസ്റ്ററെ, അല്ലെങ്കിൽ സഹോദരി, അല്ലെങ്കിൽ കൂട്ടുകാർ, ആരെങ്കിലും ഒരു സമാധാനം, എനിക്ക് സമാധാനം കിട്ടാൻ ഞാൻ എങ്ങോട്ടാണ് പോകണ്ടേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് കേട്ടോ, ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരായും നീതിയെ നിനക്ക് അധിപതിമാരും ആക്കും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വചനം പറയുക, നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ഞാൻ പറയുന്നത് അനുസരിപ്പാൻ നീ തയ്യാറായാൽ സമാധാനം ഞാൻ നിനക്ക് തരും. കർത്താവ് പറയുന്നുണ്ട്, ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല ഞാൻ നിനക്ക് തരുന്നത്, ലോകം തരാത്ത എന്നിലുള്ള സമാധാനം, ദൈവത്തിലുള്ള സമാധാനം. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവോ സഹോദരങ്ങളെ, നമുക്ക് ഈ ലോകത്ത് ഒരു മനുഷ്യരും ആരും നമ്മളെ ഈ ലോകത്തിലുള്ള സ്നേഹം ഡിപ്പെൻഡബിളാണ് എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം നമ്മളെ മക്കളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു, എല്ലാം ഒരു എന്താ പറയുന്ന ഒരു മായ ലോകത്തിലുള്ള സ്നേഹമാണ്, അല്ലേ? പലപ്പോഴും നമുക്ക് വേദനകളൊക്കെ അവരിൽ നിന്നൊക്കെ നമുക്കും കിട്ടാറുണ്ട്, നമ്മൾ അവർക്കും വേദനകളൊക്കെ പലപ്പോഴും കൊടുക്കാറുണ്ട്, അല്ലേ? നമ്മൾ അവരുടെ സമാധാനത്തെയും കെടുത്താറുണ്ട്, അവർ നമ്മുടെ സമാധാനത്തെയും കെടുത്താറുണ്ട്. പലപ്പോഴും അങ്ങനെ സംഭവിക്കും. പക്ഷെ ദൈവത്തിൻ്റെ സമാധാനം അങ്ങനല്ല. ദൈവത്തിൻ്റെ വചനം ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും മാത്രമാണ്. കർത്താവ് നിങ്ങളോട് പറയുക, ഞാൻ എൻ്റെ സമാധാനമാണ് നിങ്ങൾക്ക് തരുന്ന. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോവുക. അത് ലോകം തരുന്ന പോലെ അല്ല കേട്ടോ എൻ്റെ സമാധാനം. ഇവിടെയും അതാണ് പറയുന്നത്, സമാധാനത്തെ നിനക്ക് നായകന്മാരാക്കി വെക്കും. ഹല്ലേലൂയ. നീതിയെ നിനക്ക് ഞാൻ തരും. നമുക്ക് വേണ്ടത് സമാധാനവും നീതിയൊക്കെ നമുക്ക് പലപ്പോഴും നിഷേധിക്കപ്പെടുന്ന ഒന്നാണ് ഈ ഭൂമിയിൽ നീതി, അല്ലേ? പല മേഖലകളിലും നമ്മളൊന്ന് വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ എവിടെയോ ആകട്ടെ നമുക്ക് പലപ്പോഴും നീതി നിഷേധിക്കപ്പെടാറുണ്ട്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്നോട് എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക. ഇന്ന് പൽക്കാലം എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം നിങ്ങൾ വെക്കുക. ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കുക. ദൈവം നിങ്ങളെ സമാധാനത്താൽ നിറച്ച് നീതിയാൽ വഴി നടത്തി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.